അസ്സലാമു അലൈക്കും, വെൽക്കം ടു സിസ് പെപ്പ ക്യാൻറ്റി. എല്ലാവരും സുഖമായി സന്തോഷത്തോടിരിക്കുന്നതായിരിക്കുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു DIY ക്രാഫ്റ്റ് ആയിട്ടാട്ടോ ഇന്ന് വന്നേക്കുന്നത്. ബ്രേക്കിന് കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഫാമിലിയിലും ഹസ്ബൻഡും മോളും കൊറോണ പോസിറ്റീവായിരുന്നു. അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും പിന്നെ കൊറോണ വാക്സിനേഷൻ്റെ എഫക്റ്റും കാരണമായിരിക്കണം അധികം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ദയവായി എടുക്കുക. ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ UAE എല്ലാ ഫ്ലാറ്റിലും ഉള്ളതാണ് ഈ ഒരു ഇലക്ട്രിക്കൽ പാനൽ ബോർഡ്. അപ്പോൾ ഇതിൻ്റെ ഈ ബോറിംഗ് ലുക്കൊക്കെ ഒന്ന് മാറ്റി നമുക്ക് സുന്ദരിയാക്കി എടുക്കാം. എനിക്ക് ഈ മാഗ്നറ്റ്സ് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും യാത്ര പോയാൽ ഞാൻ മാഗ്നറ്റ്സ് അവിടുത്തെ ആ ഒരു കൺട്രിയെ സ്പെസിഫൈ ചെയ്യുന്ന മാഗ്നറ്റ് വാങ്ങാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പോയ സ്ഥലത്തെ അല്ല കേട്ടോ, ഹസ്ബൻഡ് പോയ സ്ഥലങ്ങളിലുണ്ട്. കൂടാതെ എൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുന്നെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ എനിക്കിതുപോലൊരു മാഗ്നറ്റ് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും സാധാരണ ഇത് ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വെക്കുന്നത്. പക്ഷേ എൻ്റെ ഫ്രിഡ്ജ് കിച്ചണിലിരിക്കുന്നത് കൊണ്ട് മാഗ്നറ്റ്സ് വേഗം നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ടും ഇതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരുടെ ഗിഫ്റ്റ് ആയതിനാൽ എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടും ഞാനിത് ഇങ്ങനെയൊന്ന് ഡിസ്പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ബോർഡൊന്ന് പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കിവിടെ റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആയത് കാരണം തന്നെ ഒരുപാട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഒത്തിരി വലിയ ആണിയൊക്കെ അടിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഫൈൻ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പേപ്പർ ടേപ്പില്ലേ, അതാണ് ഞാനിവിടെ ഒന്ന് ചുറ്റി ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഉപയോഗം വരുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് കുറേയും കൂടെ സ്റ്റിക്കിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഈ പേപ്പർ ടേപ്പ് മതി, കാര്യം ഇതിന് മുകളിൽ നമ്മൾ ചാർട്ട് പേപ്പറാണ് വയ്ക്കുന്നത്. അപ്പോൾ അധികം ഒത്തിരി സ്റ്റിക്കിനെസ് വേണ്ട. ഒരു സാധാരണ പേപ്പർ ടേപ്പ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഞാൻ 4 സൈഡും സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 4 സൈഡിലും സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടതൊരു ചാർട്ട് പേപ്പറാണ്. ഞാനിവിടെ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് വെച്ച് ചെറിയൊരു ഡിസൈൻ പോലെ ഒരു ഫ്രെയിം ലുക്ക് കൊടുക്കാനായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് എടുക്കാൻ കാരണം നമ്മുടെ ബോർഡിൻ്റെ കളർ ഗ്രേ ആയതുകൊണ്ട് ആ ഒരു 2 കളറുമായിട്ടൊന്ന് മേർജ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അത് ബ്ലാക്കിൽ വൈറ്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു ഗ്രേയുടെ കളറ് വരും. അപ്പോൾ അതിന് വേണ്ടിയാണ്, അത് ഓപ്ഷനിലാണ്, എല്ലാവരും കൊടുക്കണമെന്നില്ല. ഇനി ഈ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ഡിസൈൻ വരച്ചാലും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ചാർട്ട് പേപ്പർ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേറെ ഒന്നുമില്ല, മാഗ്നറ്റ്സ് വെച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങളുടെയൊക്കെ ഒരു കലാവാസന അനുസരിച്ച് മാഗ്നറ്റ്സ് വയ്ക്കാം. ഇനി മാഗ്നറ്റ്സ് മാത്രമല്ല, ഇതിൽ നമുക്ക് നന്നായി പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ കാലിഗ്രാഫി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു ചാർട്ട് പേപ്പർ ടെക്നിക്ക്. ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിനടുത്തിരിക്കുന്നത് മറ്റൊരു സർക്യൂട്ട് ബോർഡ് ഞാൻ ഫോം ബോർഡിൽ ട്രീ കട്ട് ചെയ്തിട്ട് 2 പീസാണ്, എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് റിമൂവബിളാണ്. ഇത് ഞാൻ ഒരുപാട് വർഷം മുൻപ് ചെയ്തതാണ്. ഞാൻ ഈ ഫ്ലാറ്റിൽ വന്നപ്പോൾ ചെയ്തതാണ്. ഇപ്പോഴും അൽഹംദുലില്ലാ അത് കുഴപ്പമില്ലാതെ ഇവിടെ നിൽപ്പുണ്ട്. ഹസ്ബൻഡും തുടർന്ന് മോളും കൊറോണ പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഞങ്ങളെല്ലാം ക്വാറൻറ്റൈനിലായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്ന് കുറേ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കും ഹോം ഡെക്കറും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ഇനി ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ അനദർ വീഡിയോ. ബൈ.